നമുക്ക് നോർത്ത് ഇന്ത്യൻ സൈഡിലെ ഒരു ഫുഡ് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു നോക്കാം. ഞാൻ വലിയ പെർഫെക്റ്റ് ഒന്നും അല്ല ഫുഡ് ഉണ്ടാക്കുന്നതിൽ കേട്ടോ. പിന്നെ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേത്തി പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉലുവായുടെ ഇല അറിയാലോ. ഉലുവ നമ്മൾ വെള്ളത്തിൽ തലേദിവസം രാത്രിയിൽ ഇട്ടിട്ട് അതിൻ്റെ വെള്ളം കുടിക്കുകയും അത് ചവച്ചരച്ച് തിന്നുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് ഡയബറ്റിക്കിനൊക്കെ ഒത്തിരി നല്ലതാണ് അതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഇലയും അതുപോലെ തന്നെ പിന്നെ ഫലഭൂഷണങ്ങളതും എന്താ പറയുക ഒരുപാട് നല്ലതാണ്. ദേഹനൊമ്പരം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ഇലകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുറയും കേട്ടോ. അപ്പോൾ അതിൻ്റെ തണ്ട് അധികം നമ്മൾ യൂസ് ചെയ്യില്ല. തണ്ടെന്ന് പറയുന്നത് നമ്മൾ കഴിക്കും. അപ്പോൾ അത് ഇലയായിട്ട് നമ്മൾ പറിച്ചെടുത്തിട്ട് വേണം. ഇച്ചിരൊക്കെ തണ്ട് കിടക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ അതിൻ്റെ ഒരുപാട് തണ്ടുണ്ടെങ്കിൽ അത് നമ്മൾ നല്ലതായിട്ട് കഴിക്കും. അപ്പോൾ നമുക്കത് വെച്ചിട്ട് ഒരു പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു നോക്കാം. ഓക്കെ, നമുക്ക് മേത്തിയുടെ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഉലുവയിലയുടെ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. നമുക്ക് ഉലുവയുടെ ഇല, തണ്ട് വേണ്ട അധികമേ, 2 പച്ചമുളക്, 2 വെളുത്തുള്ളി, സ്വല്പം ആട്ട. ഇത്രയാണ് നമുക്ക് പൊറോട്ട ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. പിന്നെ നമ്മൾ പൊറോട്ട ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കണ്ടേ, ചട്നി പോലെ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടുന്നത് മല്ലിയില, പച്ചമുളക്, 2 പച്ചമുളക് മതി, പിന്നെ 2 അല്ലി വെളുത്തുള്ളി, സ്വല്പം തൈര്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് വെച്ചിട്ട് നമുക്ക് ഈ വെളുത്തുള്ളിയുടെ അല്ലി കണ്ടോ, കാണിച്ചു തരാം. 2-3 എണ്ണം കേട്ടോ. വെളുത്തുള്ളിയിൽ 2 പച്ചമുളകും കൂടെ ഇട്ട് നമ്മളൊന്ന് ഇടിച്ചെടുക്കാം. അപ്പോൾ നോക്കിക്കോ, നമുക്ക് ഈ ആട്ടയ്ക്കകത്ത് അരിഞ്ഞു വെച്ച ഉലുവയില ഇടാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇടിച്ച് വെച്ച വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത്, പച്ചമുളക് ഇടുമ്പോൾ വെളുത്തുള്ളിയോട് വരുമ്പോൾ വെളുത്തുള്ളി ഇടുന്നത് നമ്മൾ മോസ്റ്റ്ലി വയറിന് വേദന ഒന്നും എടുക്കില്ല, ഗ്യാസ് ഒന്നും കെട്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതായത് ലേശം ഉപ്പിട്ടു, നമുക്ക് സാധാരണ ആട്ട ഒഴിക്കുന്ന മാതിരി ഉപ്പൊക്കെ ഉപ്പിട്ട് ഇതിനെ കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴക്കണേ. അപ്പോൾ ഞാൻ ആട്ട കുഴച്ച് വെച്ചു കണ്ടോ. അതെല്ലാം കൂടി ഇട്ട് മിക്സായിട്ട് നല്ലതായിട്ട് കുഴച്ച് വെച്ചു. ഇതെവിടെ ഇരിക്കട്ടെ അത്ര നേരം. ഇനി നമുക്ക് മല്ലിയിലയും കൊണ്ട് ഇതിൻ്റെ കൂടെ കൂട്ടാനായിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാം. എങ്ങനെയാണെന്നറിയോ, മല്ലിയിലൊക്കെ ചുമ്മാ നമ്മുടെ പറമ്പിലിട്ട് ഒന്ന് വാരി എറിഞ്ഞാൽ വെറുതെറിയാൻ മതി. അപ്പോൾ വേഗം ഉണ്ടാകുന്ന സാധനമാണ് കേട്ടോ. ഈ ഇച്ചിരി മതി, നമുക്ക് കുറച്ച് മതി കേട്ടോ. മല്ലിയില, ഈ പച്ചമുളക്, ഈ വെളുത്തുള്ളി അല്ലിയും കൂടെ തൈരും കൂടെ ചേർത്ത് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അരച്ചു അതിനകത്തോടെ ലേശം തൈരും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്യാമേ. അത് വലിയ പ്രൊഫഷണലായിട്ടുള്ള കുക്കിങ് ഒന്നുമല്ല, നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ ദേഹവേദനയുള്ള അമ്മച്ചിമാർക്കൊക്കെ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല ആശ്വാസമായിരിക്കും കേട്ടോ. നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട് കണ്ടോ. അങ്ങനെ നമ്മുടെ ചട്നി റെഡിയായി. ഇന്നടുത്തൂടെ കഴിക്കാനുള്ളത് ഈ ഒരു സംഭവം നമുക്ക് ചിക്കൻ ഫ്രൈ ഒക്കെ വെക്കുമ്പോൾ പക്കോടൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനും നല്ല കേട്ടോ. ഇനി ഇതിനെ നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കത്തില്ലേ, അതുപോലെ ഉരുട്ടി പരത്തി വെക്കണം. ചെറുതായിട്ട് പരത്തിയാൽ മതി, ഒത്തിരി വണ്ണമൊന്നും വേണ്ടേ. നോക്കൂട്ടോ, ഇതുപോലെ നമ്മൾ ആക്കി അതിനെ പരത്തിയെടുക്കണം. കട്ടി കുറച്ച് പരത്തണേ, ഒത്തിരി കട്ടിയായി കഴിഞ്ഞാൽ ഇലയല്ലേ. നമ്മൾ പരത്തിയെടുത്തു കണ്ട,
ഇത്രയും പത്തലയായിട്ട് നമ്മൾ പത്തല മീൻസ് വളരെ കനം കുറച്ചിട്ട് നമ്മൾ പരത്തിയെടുത്തു. ഇനി ഇതിനെ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാവേ. നമ്മുടെ റൊട്ടിത്തവ വെച്ച് ഒന്ന് ചൂടാവട്ടെ. നമ്മളതിൻ്റെ ഇപ്പോൾ ഗീ എടുക്കുന്നുണ്ട്, നെയ്യ് എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് മിൽമയുടെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. എനിക്ക് പിള്ളേർക്ക് മിൽമ ഇഷ്ടമായതുകൊണ്ട് മിൽമയുടെ നെയ്യാണ് നമ്മൾ വാങ്ങണത്. അപ്പോൾ നമ്മളുണ്ടാക്കല്ലേ ഇതുപോലെ തന്നെയാണ്. പിന്നെ ഈ വെച്ചു. അപ്പോൾ എൻ്റെ മേത്തി പൊറോട്ട റെഡി ആയിട്ടുണ്ട്. പിന്നെ ചട്നി ഉണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. എനിക്കറിയാവുന്ന പോലെ ഞാൻ ഉണ്ടാക്കി, എനിക്കറിയാവുന്ന പോലെ നിങ്ങൾക്കും പറഞ്ഞു തന്നു. അപ്പം നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഉണ്ടാക്കി കഴിച്ചിട്ട് എന്നോട് പറയണം കേട്ടോ, നല്ലായിരുന്നു.